ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ചൂടിനെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ക്രിസ്റ്റൽ പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളത്തിൽ 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചാൽ വെള്ളത്തിൽ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചൈന ഗ്രാസ്. ഇതൊരു 6 ഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മെൽട്ടാകുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ചൈന ഗ്രാസെല്ലാം നല്ല പോലെ ഒന്ന് മെൽട്ടായിട്ട് വരണം. ഞാനിപ്പോൾ 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളത്തിലേക്ക് 6 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതാ ഇതിൻ്റെ കറക്റ്റ് അളവ് എത്രയാണ് കേട്ടോ, 6 ഗ്രാം ചൈന ഗ്രാസാണ്. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ നല്ല പോലെ തിളച്ച് ചൈന ഗ്രാസെല്ലാം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇത് ചൈന ഗ്രാസെല്ലാം മിക്സ് ചെയ്ത വെള്ളം നമുക്ക് ഇതൊന്ന് അരിച്ച് ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല കുഴിയുടെ പാത്രത്തിനേക്കാളും ഇങ്ങനെ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതൊന്ന് ചൂടാറാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടാറിക്കഴിയുമ്പോൾ തന്നെ ഇത് നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ, അല്ല ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഷുഫ്ല ഉണ്ടാക്കണം ഈ പുഡിങ്ങിൻ്റെ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇളനീർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇളനീറിലേക്ക് ഒരു 500 ml പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടിന്ന് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി ഷുഗറും പകുതി കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്താൽ മതി. നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കണ്ടൻസ് മിൽക്ക് മാത്രം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് കട്ടിക്ക് തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ വേണം, അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ബദാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ നല്ല പോലെ തണുത്ത് കിട്ടും. നല്ല തണുപ്പോടെ കഴിക്കാനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്ന. അങ്ങനെ ഇതാ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ക്രിസ്റ്റൽ പുഡിങ് റെഡിയായി. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള സൈസിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ കഴിക്കാൻ. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ക്രിസ്റ്റൽ പുഡിങ് റെഡി ആയിട്ടാ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണാനും നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ക്രിസ്റ്റലായിട്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തന്നെ ഇങ്ങനെ കഴിക്കാനും. ഇപ്പോൾ നല്ല പോലെ ഒന്ന് ഞാനിതൊന്ന് കട്ട് ചെയ്തതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഇളകി വരാനും വേണ്ടിയിട്ട്. ഇനി പുഡിങ് നേരത്തെ നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ട് മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പോലെ തണുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നല്ല പോലെ തണുപ്പിച്ചിട്ട് കഴിച്ചാലാണ് കേട്ടോ ടേസ്റ്റ്.
ഈ ചൂടത്തെല്ലാം കഴിക്കാൻ പറ്റിയ പുഡിങ്ങാണ് കേട്ടോ ഇത്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.